ഹായ് ആൻഡ് വെൽക്കം ടു ജെയിലൻ PSC. സോ നമ്മുടെ യൂട്യൂബ് ചാനലിലെ തേർഡ് കേരള നവോത്ഥാനത്തിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ കിടക്കുന്നത്. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ 2 ക്ലാസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ കേരള നവോത്ഥാനത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാര്? ഓക്കെ, സോ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാവുന്നവര് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്? ആരാണ്? കുമാരഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ. ഇവരിൽ ആരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് അല്ലെങ്കിൽ അതിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്? ഈ ക്വസ്റ്റ്യൻ ആൻസർ അറിയാവുന്നവർ കമന്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി ആരാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ, രാമകൃഷ്ണ പിള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ഭടാനന്ദൻ. സോ ആൻസർ എന്തായിരിക്കും? കമന്റ് ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓക്കെ, സോ ഓപ്ഷൻസ്: വൈകുണ്ഠസ്വാമികൾ, വാഗ്ഭടാനന്ദൻ, പണ്ഡിറ്റ് കറുപ്പൻ, കുമാര ഗുരുദേവൻ. സോ ഈ 4 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഇനി ആൻസർ അറിയാത്തവർക്കായിട്ട് നമ്മുടെ ഈ ഒരു ക്ലാസ് എൻഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും തന്നെ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, സോ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് PSC അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കണ്ട 4 ക്വസ്റ്റ്യൻസും PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സോ ആ ചോദ്യങ്ങൾ കാണിച്ചതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ആ ടോപ്പിക്ക് കാണേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത, ഇത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, റിവൈസ് ചെയ്ത് പഠിക്കാം. അല്ലാത്ത പോയിന്റ്സ് ഒക്കെ ഒഴിവാക്കാനും സാധിക്കും. സോ ക്ലാസ്സസ് കാണുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവാണ്. ഓക്കെ, സോ കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് ആര് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിന്റെ ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ, കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രയത്നിച്ചവരിൽ പ്രമുഖനാണ്. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. ഓക്കെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിച്ചു. ഓക്കെ, എന്തൊക്കെയാണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, അതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, അദ്ദേഹം വിദ്യാഭ്യാസത്തിന് നല്ലൊരു ഇമ്പോർട്ടൻസ് നൽകിയ വ്യക്തിയാണ്. ഓക്കെ, ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, സോ നമുക്കറിയാം വിദ്യാഭ്യാസം അത് സ്ത്രീകളുടെ ആയാലും അതുപോലെ തന്നെ ശാസ്ത്രം, കല ഈ വിഷയങ്ങളിലുള്ള വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനത്തെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. ഓക്കെ, അദ്ദേഹം എന്താണ് ചെയ്തത്? വിദ്യാഭ്യാസം അതിന്റെ ഇമ്പോർട്ടൻസ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ച വ്യക്തിയാണ് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ ഭാഷ, ഓക്കെ ഇത്രയും ഭാഷകളിൽ പാണ്ഡിത്യം നേടിയ വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ ഭാഷ. ഓക്കെ, ഈ ഭാഷകളൊക്കെ അറിയാവുന്ന വ്യക്തിയായിരുന്നു വക്കം മൗലവി. മൗലവി സഹകരിച്ച് പ്രവർത്തിച്ച കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് മുസ്ലിം ഐക്യസംഖ്യ. ഓക്കെ, മുസ്ലിം ഐക്യസംഖ്യ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സംഘടന എന്താണ്? മൗലവി സഹകരിച്ച് പ്രവർത്തിച്ച കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ്. ഓക്കെ, മുസ്ലിം ഐക്യസംഘം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹം ആരംഭിച്ച പ്രധാന മാസികകൾ ഏതൊക്കെയാണ്? ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രചരണങ്ങൾ അല്ലെങ്കിൽ മാസികകളാണ് മുസ്ലിം അതുപോലെ അൽ ഇസ്ലാം. ഓക്കെ, മുസ്ലിം എന്ന പേരിലും അതുപോലെ അൽ ഇസ്ലാം എന്ന പേരിലും 2 മാസികകൾ ആരുടെയായിരുന്നു? ഇത് വക്കം മൗലവിയുടെയാണ്. അത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്,
ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ഇദ്ദേഹം സ്ഥാപിച്ച പത്രം, ഇത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് ആണ്. നമുക്കറിയാം സ്വദേശാഭിമാനി, ഈ പത്രത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നമുക്കിത് ആരുടെ പേരിന്റെ ഒപ്പമാണ് അറിയപ്പെടുന്നത്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ആരായിരുന്നു രാമകൃഷ്ണ പിള്ള? സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു, നാട് കടത്തപ്പെട്ട പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. പക്ഷെ ഈ പത്രം സ്ഥാപിച്ചത് ആരാണ്? PSC ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പത്രം സ്ഥാപിച്ച വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, സോ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതിന്റെ നാട് കടത്തപ്പെട്ട, ഓക്കെ, ഒരുപാട് പത്രാധിപർ ഉണ്ടായിരുന്നു, അതിൽ നാട് കടത്തപ്പെട്ട പത്രാധിപരായിരുന്നു നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അദ്ദേഹം സ്ഥാപിച്ചതല്ല, അദ്ദേഹം അതിന്റെ പത്രാധിപൻ മാത്രമായിരുന്നു. ഓക്കെ, അതും ഓർത്തു വെക്കുക. സോ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി മുൻപോട്ട് വെച്ച പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാനും മുസ്ലിങ്ങളെ ഉപദേശിച്ചു. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ആദ്യം തന്നെ ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും ബഹിഷ്കരിക്കാൻ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. അതുപോലെ തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാനും അദ്ദേഹം മുസ്ലിങ്ങളോട് ഉപദേശിച്ചു. ഓക്കെ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളാണ്. അതുപോലെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്? കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഓർത്തു വെക്കുക, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവാണ് അദ്ദേഹം. ഈ കാര്യങ്ങളും അതുപോലെ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനുമാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഘടനകളാണ്. ഓക്കെ, ഏതൊക്കെയാണ്? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. ഓക്കെ, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സോ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത 4 ക്വസ്റ്റ്യൻസിൽ ഒന്നായിരുന്നു എന്താണ്? മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ആരാണ്? സോ അതിന്റെ ഉത്തരം എന്താണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നാണ്. ഓക്കെ, സോ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കൊടുങ്ങല്ലൂരിൽ ഐക്യ മുസ്ലിം സംഘം സ്ഥാപിച്ചു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അദ്ദേഹം ഈ ഒരു ഐക്യ മുസ്ലിം സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയായിരുന്നു. 1922 ഇത് സ്ഥാപിക്കപ്പെട്ടത്. കൊടുങ്ങല്ലൂരാണ് ഇതിന്റെ ആസ്ഥാനം. ഓക്കെ, അതും ഓർത്തു വെക്കുക. ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം. ഓക്കെ, 1923 അദ്ദേഹം സ്ഥാപിച്ചതാണ് ചിറയൻകീഴ് താലൂക്കിലെ മുസ്ലിം സമാജം. ഓക്കെ, ചിറയൻകീഴ് താലൂക്കിലെ മുസ്ലിം സമാജം സ്ഥാപിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ, ഇസ്ലാം ധർമ്മ പരിപാലന സമാജം. ഓക്കെ, ഇസ്ലാം ധർമ്മ പരിപാലന സമാജം ആരുടെയാണ്? അല്ലെങ്കിൽ അതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് വക്കം മൗലവി. ഓക്കെ, ഓർത്തു വെക്കുക, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, കൊടുങ്ങല്ലൂരിലെ ഐക്യ മുസ്ലിം സംഘം, അതുപോലെ തന്നെ ചിറയൻകീഴ് താലൂക്കിലെ മുസ്ലിം സമാജം, പിന്നെ ഇസ്ലാം ധർമ്മ പരിപാലന സമാജം. ഇതൊക്കെ ആരുടെയാണ്? ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെക്കുക. മുസ്ലിം പ്രിന്റിംഗ് ഹൗസ് അഥവാ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. ഓക്കെ, മുസ്ലിം പ്രിന്റിംഗ് ഹൗസ് അല്ലെങ്കിൽ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്, ഈ 2 പേരിൽ അറിയപ്പെടുന്നത് ആരാണ് സ്ഥാപിച്ചത്? വക്കം മൗലവിയാണ്. ഓക്കെ, ആലപ്പുഴയിൽ ലജ്നത്തുൽ മുഹമ്മദീയ സംഘം. ഓക്കെ, ലജ്നത്തുൽ മുഹമ്മദീയ സംഘം ആലപ്പുഴയിൽ സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. അതുപോലെ ധർമ്മപോഷിണി സഭ, ധർമ്മപോഷിണി സഭയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയാണ് ധർമ്മപോഷിണി സഭ? വക്കം മൗലവിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, സോ ആലപ്പുഴയില് ലജ്നത്തുൽ മുഹമ്മദീയ സംഘം, അതുപോലെ മുസ്ലിം പ്രിന്റിംഗ് ഹൗസ് അല്ലെങ്കിൽ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്, ഇതെല്ലാം ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? വക്കം മൗലവിയായിട്ട് ബന്ധപ്പെട്ടാണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്വദേശാഭിമാനി പത്രത്തെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇതിലെ ഒരു പത്രാധിപൻ മാത്രമായിരുന്നു നമ്മുടെ രാമകൃഷ്ണ പിള്ള. ഓക്കെ, സോ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രം. ഓക്കെ, സോ എന്തായിരുന്നു ഈ ഒരു പത്രത്തിന്റെ പ്രധാന ഉദ്ദേശം? തിരുവിതാംകൂറിലെ രാജവാഴ്ചയിൽ ഉണ്ടായിരുന്ന അഴിമതികളും അതുപോലെ അനീതികളെയും കുറിച്ച് എല്ലാവരെയും അറിയിക്കാൻ, അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ചൊരു പത്രമാണ് സ്വദേശാഭിമാനി പത്രം. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരാണ്? ആദ്യത്തെ പത്രാധിപർ അത് CP ഗോവിന്ദപിള്ളയാണ്. ഓക്കെ, സോ രാമകൃഷ്ണ പിള്ള അല്ല, CP ഗോവിന്ദപിള്ളയായിരുന്നു ആദ്യത്തെ പത്രാധിപർ. ഓക്കെ, സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആദ്യത്തെ പത്രാധിപൻ ആരാണ്? അത് CP ഗോവിന്ദപിള്ളയാണ്. ഓക്കെ, രണ്ടും ഓർത്തു വെക്കുക.
ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച പത്രമാണ് സ്വദേശാഭിമാനി പത്രം. ഓക്കെ, ഈ പത്രത്തിന്റെ മുഖക്കുറിപ്പാണിത്. ഓക്കെ, ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ, ഈ ഒരു മുഖക്കുറിപ്പോടെ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി പത്രം. പത്രം കണ്ടുകെട്ടിയ വർഷം നമുക്കറിയാം, തിരുവിതാംകൂർ രാജവാഴ്ചക്കെതിരെയൊക്കെ സംസാരിച്ച ഒരു പത്രമാണ്, അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്ന ഒരു പത്രമാണ്. സോ ആ പത്രം എന്തായാലും കണ്ടുകെട്ടും. അങ്ങനെ കണ്ടുകെട്ടിയ വർഷമാണ് 1910. ഓക്കെ, രാജവാഴ്ചക്കെതിരെ സംസാരിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു പത്രം കണ്ടുകെട്ടിയത് 1910 ഓർത്തു വെക്കുക. പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നിർബന്ധിച്ചപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ച നിലപാടാണ്. സോ നമുക്കറിയാം 1910 ഈ ഒരു പത്രം കണ്ടുകെട്ടി. അതുപോലെ തന്നെ ഈ ഒരു പത്രത്തിന്റെ പത്രാധിപനായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുകയും ചെയ്തു. ഓക്കെ, അപ്പം എന്താണ്, ഈ ഒരു പത്രം അല്ലെങ്കിൽ ഈ ഒരു പ്രസ് മടക്കി കിട്ടാനായിട്ട് ശ്രമിക്കാനായിട്ട് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ വാക്കുകളാണ്. ഇത് നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചും അച്ചുകൂടവും എന്തിന്? ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചും അച്ചുകൂടവും എന്തിന്? ആരുടെ വാക്കുകളാണിത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. ഓക്കെ, സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പത്രാധിപരെ നാട് കടത്തി, രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയപ്പോൾ ഈ ഒരു പത്രം അല്ലെങ്കിൽ ഈ ഒരു പ്രസ് തിരിച്ചു കിട്ടാനായിട്ട് ശ്രമിക്കാൻ അദ്ദേഹത്തെ എല്ലാവരും ഉപദേശിച്ചപ്പോൾ അല്ലെങ്കിൽ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം സ്വീകരിച്ച നിലപാടാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളാണിത്. ഓക്കെ, എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അതുപോലെ അച്ചും അച്ചുകൂടവും എന്തിന്? ഓക്കെ, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. 1910 തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ പ്രസ് വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ച കേരള മുഖ്യമന്ത്രിയായിരുന്നു EMS. EMS നമ്പൂതിരിപ്പാടാണ് പിന്നീട് ഇത് 1910 കണ്ടുകെട്ടിയ പത്രമാണ്. സോ അതിന്റെ പ്രസ് തിരിച്ച് ഈ ഒരു മൗലവിയുടെ അവകാശികൾ, അനന്തരാവകാശികൾക്ക് തിരിച്ചു നൽകാനായിട്ട് തീരുമാനിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ഓക്കെ, അതും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ, തിരുവിതാംകൂറിലെ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാണ്. SNDPയുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു സംഘം രൂപീകരിച്ചത് SNDPയുടെ മാതൃകയിലാണ്. ഓക്കെ, SNDPയുടെ മാതൃകയിൽ ഈ ഒരു ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ, മുസ്ലിം എന്ന പ്രസിദ്ധീകരണം വക്കം മൗലവി ആരംഭിച്ച വർഷം നമുക്കറിയാം, 2 മാസികകളുണ്ട്. അതിൽ മുസ്ലിം എന്ന പ്രസിദ്ധീകരണം അദ്ദേഹം ആരംഭിച്ചത് 1906 വക്കം മൗലവി അന്തരിച്ച വർഷം 1932 ഓക്കെ, 32 അദ്ദേഹം അന്തരിച്ചു. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. ആരുടെ വാക്കാണിത്? വക്കം മൗലവിയുടെയാണ്. നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ്. ഇത് വക്കം മൗലവിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞതാണ്, സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകുകയുള്ളൂ. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വാചകമാണ്, മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ. ഇത് ആരുടെ വാക്കുകളാണ്? വക്കം മൗലവിയുടെയാണ്. ഓക്കെ, സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കോട്ടാണ്, സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? വിദ്യാഭ്യാസമാണ്. ഓക്കെ, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട 3 വാചകങ്ങളാണ്. ഓക്കെ, ഇത് പറഞ്ഞത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ, സോ അദ്ദേഹത്തെ കുറിച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്യുക. അതിലൂടെ നമുക്ക് കൂടുതൽ പോയിന്റ്സ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നതായിരിക്കും. അത് നമ്മുടെ നോട്ടിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ LDC LGS എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മളൊരു പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ടുള്ള എല്ലാ ദിവസവും ലൈവ് ക്ലാസ് അവൈലബിൾ ആണ്, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആപ്പിൽ HD ക്ലാസ്സസ്, നമ്മുടെ റെക്കോർഡഡ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ ഈ കോഴ്സിന്റെ ഇപ്പോഴത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് 799 ആണ്. നമ്മുടെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു കോഴ്സ് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അതല്ല, നമ്മൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണ്, ബിഗിനേഴ്സ് ആണ്, നമുക്കൊരു മെന്റർഷിപ്പോടെ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്കായിട്ട് മെന്റർഷിപ്പോട് കൂടി ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഡെയിലി ടൈം ടേബിൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഫീഡ്ബാക്സ്, ഡൗട്ട് ക്ലിയറിങ്ങിനായിട്ട് മെന്റേഴ്സും അവൈലബിൾ ആയിരിക്കും. സോ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം.
അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊയ്കയിൽ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാനെ കുറിച്ചാണ്. സോ ഇതും നമുക്ക് പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ്. ഈയിടെയായിട്ട് PSC ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ, അദ്ദേഹം ജനിച്ചതെന്നാണ് 1879 ഫെബ്രുവരി 17. ഓക്കെ, 1879 ഫെബ്രുവരി 17 അദ്ദേഹം ജനിച്ചത്. എവിടെയാണ്? തിരുവല്ലയിലെ ഇരവിപേരൂരാണ് അദ്ദേഹം ജനിച്ച സ്ഥലം. ഓക്കെ, തിരുവല്ലയിലെ ഇരവിപേരൂരിൽ 1879 ഫെബ്രുവരി 17 ജനിച്ച വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? യോഹന്നാൻ. ഓക്കെ, യോഹന്നാൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അദ്ദേഹം പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ, അതുപോലെ തന്നെ പൊയ്കയിൽ യോഹന്നാൻ, ഇങ്ങനെ പല പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? യോഹന്നാൻ എന്നാണ്. ഓക്കെ, യോഹന്നാൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ഓക്കെ, ദ്രാവിഡനായ ദലിതൻ എന്ന ആശയം ഉയർത്തിപ്പിടിച്ചു. ഓക്കെ, അദ്ദേഹം ദ്രാവിഡനായ ദലിതൻ എന്നൊരു ആശയം ഉയർത്തിപ്പിടിച്ചു. അതുപോലെ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? പുലയൻ മത്തായി. ഓക്കെ, അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ, അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പല പേരുകളാണ്. പുലയൻ മത്തായി, അതുപോലെ പൊയ്കയിൽ അപ്പച്ചൻ. ഓക്കെ, പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെട്ടിരുന്നു. കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ടിരുന്നു. കേരള നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? പുലയൻ മത്തായി, പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ, കേരള നെപ്പോളിയൻ. ഓക്കെ, ഇതെല്ലാം ആരെക്കുറിച്ചാണ്? ഇതെല്ലാം ശ്രീ പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് ഉള്ള വിശേഷണങ്ങളാണ്. ഓക്കെ, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പൊയ്കയിൽ യോഹന്നാൻ ദലിതർക്ക് വേണ്ടി നടത്തിയ അടിലഹളകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ അദ്ദേഹത്തിന്റെ അടിലഹളകൾ ഭയങ്കര ഫേമസ് ആയിരുന്നു. സോ ഓർത്ത് വെക്കുക, അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് അതായത് അദ്ദേഹം ഏത് സാമൂഹിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ്? ദലിതർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. സോ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പൊയ്കയിൽ യോഹന്നാൻ ദലിതർക്ക് വേണ്ടി നടത്തിയ അടിലഹളകളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ എന്താണ്? വാകത്താനം ലഹള. ഓക്കെ, വാകത്താനം ലഹളയിൽ വെച്ചാണ് അദ്ദേഹം ബൈബിള് കത്തിച്ചത്. ഓക്കെ, സോ അദ്ദേഹം ബൈബിള് കത്തിച്ചത് എവിടെ വെച്ചായിരുന്നു? വാകത്താനത്ത് വെച്ച് നടന്ന അടിലഹളയിലായിരുന്നു. അത് കൂടാതെ ഏതൊക്കെയാണ്? മുണ്ടക്കയം ലഹള. ഓക്കെ, മുണ്ടക്കയം ലഹള ഉണ്ട്. പിന്നെന്താണ്? കൊഴുക്കുംചിറ ലഹള. ഓക്കെ, മുണ്ടക്കയം ലഹള, കൊഴുക്കുംചിറ ലഹള, പിന്നെ വെട്ടിയാട്ട് ലഹള, മംഗലം ലഹള, വെള്ളിനടി സമരം. ഓക്കെ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ അടിലഹളകളാണ്. ഏതൊക്കെയാണ്? വാകത്താനം ലഹളയുണ്ട്, അതുപോലെ മുണ്ടക്കയം ലഹളയുണ്ട്, കൊഴുക്കുംചിറ ലഹളയുണ്ട്, പിന്നെ എന്താണ്? വെട്ടിയാട്ട് ലഹള, അതുപോലെ മംഗലം ലഹള, വെള്ളിനടി ലഹള. ഓക്കെ, ഇതെല്ലാം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട അടിലഹളകളാണ്. ഓർത്തു വെക്കുക. ദളിതർക്ക് വേണ്ടി നടത്തിയ അദ്ദേഹത്തിന്റെ അടിലഹളകളാണ്. ഓക്കെ, ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ബാല്യകാല നാമം എന്തായിരുന്നു? കൊമാരൻ. ഓക്കെ, കൊമാരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. പൊയ്കയിൽ അപ്പച്ചൻ എന്നുണ്ട്. കുമാരഗുരുദേവൻ. കുമാരഗുരുദേവൻ അദ്ദേഹത്തിന്റെ ആത്മീയ നാമമാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആത്മീയ നാമമാണ് കുമാരഗുരുദേവൻ. പുലയൻ മത്തായി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ മറ്റ് പേരുകളാണ്. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ്. ഓക്കെ, ദളിത് ക്രിസ്ത്യാനികളുടെ രക്ഷകൻ എന്നറിയപ്പെട്ടു. എന്താണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്? ദളിത് ക്രിസ്ത്യാനികളുടെ രക്ഷകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേരള നെപ്പോളിയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളും പേരുകളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അദ്ദേഹത്തിന്റെ ആത്മീയ നാമമാണ് കുമാരഗുരുദേവൻ എന്നും ഓർത്ത് വെക്കുക. ഓക്കെ, സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. ആരാണ് സ്ഥാപിച്ചത്? അത് കുമാരഗുരുദേവനാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പ്രീവിയസ്ലി ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് കുമാരഗുരുദേവനാണ്. ഓക്കെ, ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തി. ഓക്കെ, ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. ഓക്കെ, ശ്രീമൂലം പ്രജാസഭയിൽ 2 തവണ അംഗമായ വ്യക്തിയാണ് കുമാരഗുരുദേവൻ. സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഇത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഓർത്ത് വെക്കുക, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആര് സ്ഥാപിച്ചതാണ്? കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ ആണ് ഇത് സ്ഥാപിച്ചത്. ഓക്കെ, ഇത് പ്രീവിയസ്ലി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, സോ ഇനി നമുക്ക് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെ കുറിച്ച് പഠിക്കാം. സോ 1909 ഇരവിപേരൂർ ആസ്ഥാനമാക്കി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചു. എന്നാണ് ഇത് രൂപീകരിച്ചത്? 1909. ഓക്കെ, 1909 ഏതാണ് ഇതിന്റെ ആസ്ഥാനം? ഇരവിപേരൂർ ആണല്ലേ. ഇരവിപേരൂർ ആസ്ഥാനമാക്കി
പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചു. ഓക്കെ, PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ഗോഡ്സ് ചർച്ച് ഓഫ് വിസിബിൾ സാൽവേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാരഗുരുദേവനാണ്. 1909 ഏതാണ് ഇതിന്റെ ആസ്ഥാനം? ഇരവിപേരൂരാണ് അല്ലെ. ഇരവിപേരൂർ ആസ്ഥാനമാക്കി തുടങ്ങിയ ഒരു സഭ അല്ലെങ്കിൽ സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ, ഇതിന്റെ മുഖപത്രം അല്ലെങ്കിൽ പ്രധാന പ്രസിദ്ധീകരണം എന്താണ്? ആദ്യാർ ദീപം. ഓക്കെ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ് ആദ്യാർ ദീപം. ഓക്കെ, മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ, സോ മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. സോ ഈ ഒരു സഭയെ കുറിച്ച് അല്ലെങ്കിൽ PRDSനെ കുറിച്ച് ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഇത് സ്ഥാപിച്ചത് എന്ന്, അതുപോലെ എവിടെയാണ്, ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്, പിന്നെന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ഇനി അടുത്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ് യുദ്ധവിരുദ്ധ ജാഥ. ഓക്കെ, ഇതും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. 1-ാം ലോക മഹായുദ്ധ കാലത്ത് കുമാരഗുരുദേവന്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയാണ്. ഓക്കെ, സോ 1-ാം ലോക മഹായുദ്ധ കാലത്ത് ഈ പറയുന്ന യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ആരാണ്? നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ കണ്ടതാണല്ലേ, അത് ആരാണ്? കുമാരഗുരുദേവനാണല്ലേ. സോ 1-ാം ലോക മഹായുദ്ധ കാലത്ത് കുമാരഗുരുദേവന്റെ നേതൃത്വത്തിൽ നടത്തിയ ജാഥയാണ് യുദ്ധവിരുദ്ധ ജാഥ. സോ ഇത് എവിടെ തൊട്ട് എവിടം വരെ ആയിരുന്നു? മാരംകുളം. ഓക്കെ, മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് എവിടെ വരെയാണ്? കുളത്തൂർ കുന്നിലേക്കാണ് ഈ ഒരു ജാഥ നയിച്ചത്. ഓക്കെ, മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെയാണ് യുദ്ധവിരുദ്ധ ജാഥ നയിക്കപ്പെട്ടത്. ഓക്കെ, സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഈ ഒരു ജാഥ മുൻപോട്ട് പോയത്. ഓക്കെ, ഈ ഒരു ജാഥയിലെ മുദ്രാവാക്യം എന്തായിരുന്നു? സമാധാനം, ലോകത്തിന് സമാധാനം. ഓക്കെ, ഈ ഒരു മുദ്രാവാക്യത്തോടെ 1-ാം ലോക മഹായുദ്ധ കാലത്ത് എവിടെ മുതലാണ്? മാരംകുളം മുതൽ കുളത്തൂർ കുന്നിലേക്ക് നയിച്ച ജാഥ ആരാണ് നയിച്ചത്? കുമാരഗുരുദേവനാണ് അല്ലേ. ഓക്കെ, ഇത്രയും കാര്യം ഓർത്തു വെക്കാം. ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് എന്താ സംഭവിച്ച? ഈ ഒരു ജാഥ മുന്നോട്ട് നയിക്കപ്പെട്ടപ്പോൾ ഈ ഒരു ജാഥ എന്താണ്? സമാധാന ജാഥയെ എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെയുള്ള നീക്കമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും ഇതോടെ കുമാരഗുരുദേവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ക്രിസ്ത്യൻ സമുദായത്തിൽ നിലനിന്നിരുന്ന വിവേചനത്തിന്റെ പ്രതിഷേധമായി പൊയ്കയിൽ അപ്പച്ചൻ ബൈബിൾ കത്തിച്ചത് എവിടെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, വാകത്താനം ലഹള. വാകത്താനം അടിലഹളയിൽ വെച്ചാണ് അദ്ദേഹം ബൈബിൾ കത്തിച്ചത്. ഓക്കെ, രത്നമണികൾ എന്ന കവിതാ സമാഹാരത്തിന്റെ ഉപജ്ഞാതാവാണ് കുമാരഗുരുദേവൻ. സോ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം എന്താണ്? രത്നമണികൾ. ഓക്കെ, രത്നമണികൾ ആരുടെ കവിതാ സമാഹാരമാണ്? കുമാരഗുരുദേവന്റെയാണ്. ഓക്കെ, പൊയ്കയിൽ യോഹന്നാൻ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? M.R. രേണുകുമാർ. ഓക്കെ, M.R. രേണുകുമാർ ആണ് പൊയ്കയിൽ യോഹന്നാൻ എന്ന ഗ്രന്ഥം രചിച്ചത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കുമാരഗുരുദേവനെ കുറിച്ച് പൊയ്കയിൽ യോഹന്നാൻ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? M.R. രേണുകുമാർ ആണ്. അതുപോലെ കുമാരഗുരുദേവന്റെ കവിതാ സംഹാരമാണ് എന്താണ്? രത്നമണികൾ. ഓക്കെ, ഇത് രണ്ടും ഓർത്തു വെക്കുക. കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഓക്കെ, ഇത് അദ്ദേഹം കവിതാ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ കവിതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു. ഓക്കെ, സോ ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ കവിതകളിലുള്ള ഭാഗങ്ങളാണ്. സോ ഇത് ആരുടെ കവിതകളാണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. കുമാരഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഓക്കെ, ഇതെല്ലാം കുമാരഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ LDC ബാച്ച് അതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താങ്ക്